സെപ്റ്റംബർ 24. ഇന്ന് 2 മാസം തികയാണപ്പോൾ കുവൈറ്റിലെ എൻ്റെ ഈ ഏകാന്തവാസത്തിന്. എഴുതി മാറ്റിയ ഈ ഡയറി താളിലെല്ലാം നിന്നെ തിരയുന്ന ഒരു ആത്മസ്നേഹിതയുടെ കാത്തിരിപ്പുണ്ട്. ഇന്നും അത് തുടരുകയാണ്. മടുത്തു തുടങ്ങിയപ്പോൾ എനിക്കെല്ലാം. എങ്കിലും വഴിതെറ്റി എന്നെങ്കിലും നീ വരുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഉള്ളിൽ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നൂറ് മുഖങ്ങളാണ് നിന്റെ പേരിന്. ഇതിലെ യാരപ്പൂ നീ? മനസ്സിലാകാത്ത വിധം നീ ഒരുപാട് മാറിയോ? ഞാനും മാറി ഒരുപാട്. 2-3 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല ശരണ്യ. എൻ്റെ വിസയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ശരിയാക്കണം. അപ്പോൾ ഞാൻ വേറെ ഒരാളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ വണ്ടി തന്നെ അയാൾ കൊണ്ടുവിട്ടുള്ളൂ. ഈ ഒരു പാട്ട് മാത്രം നീ ഇത്രയും ഇഷ്ടപ്പെടാൻ എന്തായിരുന്നു കാരണം? അപ്പോൾ ഇപ്പോഴും എൻ കൂടെ ഇരിക്ക്, ഉനക്ക് പിടിച്ച പാട്ട്. എത്ര വട്ടം നീ എന്നെ കൊണ്ട് ഇത് പാടിപ്പിച്ചപ്പോൾ, എത്ര സമ്മാനങ്ങൾ. പിറകിൽ നീ ഉണ്ടെന്നൊരു വിശ്വാസമായിരുന്നു അന്നത്തെ ഓരോ വിജയത്തിനും പിന്നിലും. ഒന്ന് കാണാൻ മാത്രമാണ് ഈ കാത്തിരിപ്പ്. ഒന്നും പറയാനില്ല, നിന്റെ ജീവിതത്തിലേക്കും വരാനില്ല. വെറുതെ ഒന്ന് കാണാൻ മാത്രം. ഇയാളുടെ പേരെന്താ? ഉണ്ണി. ഇതിനകത്ത് എന്താ ഇത്ര സ്മെല്ല്? ഇയാൾ വലിക്കോ? ഏയ് ഇല്ല, എൻ്റെ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്നൊരു സാറുണ്ട്. സിറ്റിയിൽ നിന്ന് കയറുന്നതാ. ഇവിടെ അടുത്താണ് ഇറങ്ങുന്നത്. സാറൊരു ചെയിൻ സ്മോക്കറാ. എൻ്റെ വണ്ടിയിലിരുന്നും വലിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിലിരുന്ന് വലിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കൊള്ളാം. ടീച്ചർ മ്യൂസിക് അല്ലേ പഠിപ്പിക്കുന്നത്? അതെ. നിന്നെ തിരഞ്ഞെത്താൻ ഒരു മേൽവിലാസമില്ല. കുട്ടിക്കാലത്ത് അറിയില്ലല്ലോ അതിൻ്റെ വില. കേരളത്തിൽ എവിടെയായിരുന്നു നീ? അന്ന് നമുക്കിടയിൽ കേരളം എവിടെ, ചെന്നൈ എവിടെ, അല്ലേ? ഒരു സ്കൂളും പിന്നെ ഫ്ലാറ്റിലെ 4 ചുമരുകളും, അതിലൊതുങ്ങി നമ്മുടെ ബാല്യം. ഞാനിപ്പോൾ നല്ലപോലെ മലയാളം പറയും അപ്പൂ, എഴുതും, വായിക്കും.
കൈവീശിയുള്ള നിന്റെ യാത്ര പറച്ചിലിനപ്പുറം എനിക്ക് ഓർമ്മകളില്ല. നിന്റെ നിറഞ്ഞ കണ്ണുകൾ അവസാനമായി എന്തായിരുന്നു എന്നോട് പറയാൻ കൊതിച്ചത്? കാത്തിരിക്കുന്നു അപ്പു, നിനക്കായി എപ്പോഴും. ഈ ഗന്ധം എൻ്റെ പപ്പയെ ഓർമ്മപ്പെടുത്തുന്നു. നിനക്ക് പണ്ട് ഇതേ മണമായിരുന്നു, പപ്പയുടെ അതേ മണം. എൻ്റെ പപ്പ ആവാനായിരുന്നല്ലോ എന്നും നീ ശ്രമിച്ചത്. പപ്പയുടെ സിഗരറ്റ് പാക്കറ്റുകളായിരുന്നു അന്ന് നമ്മളുടെ കളിപ്പാട്ടങ്ങൾ. പപ്പ വലിച്ചെറിയുന്ന ഓരോ പാക്കറ്റും ആർത്തിയോട് പെറുക്കിയെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞില്ല പപ്പ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യം. ഇത്തിരി കൂടി വലുതായപ്പോൾ നീയും ഇതിൻ്റെ പേരിൽ എത്രമാത്രം പിണങ്ങി നമ്മൾ. പപ്പയുടെ സിഗരറ്റ് കട്ടെടുത്ത് വലിച്ചു തുടങ്ങിയ ശീലത്തിൽ നിന്നും നീ ഇപ്പം എത്ര വളർന്നിട്ടുണ്ടാകും? അതിപ്പോഴും ഉണ്ടോ അപ്പു? ഇത്രയും ഹാനികരമായ വേറൊന്നും ഇല്ലട്ടോ അപ്പു, അത് മറക്കണ്ട. ഉണ്ണിയുടെ സാറിൻ്റെ പേരെന്താ? സാം അലക്സ്. അപ്പു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. എന്തിനാ ടീച്ചറെ? എന്തോ ഒരു പരിചയം പോലെ. സാറിൻ്റെ നമ്പറുണ്ടോ ഉണ്ണിയുടെ കയ്യിൽ? ഉണ്ട്. ടീച്ചർക്ക് എന്താ പറ്റിയത്? വെറുതെ ഓരോന്നെടുത്ത് തലയിൽ വെക്കണോ? നമ്പർ ഞാൻ തരാം. എന്നാലും ടീച്ചർ ഒരു പരിചയം പുതുക്കാനായി വിളിച്ചിട്ട് അത് അയാളല്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ? ഞാൻ വേണമെങ്കിൽ സാറിനോട് സംസാരിക്കാം. ടീച്ചറിനെ അറിയുമെങ്കിൽ ടീച്ചറിന് നമ്പർ കൊടുക്കാം. അതുപോരെ? അത് മതി. നമ്മുടെ സ്കൂളിൽ ഞാനിന്നൊരു മ്യൂസിക് ടീച്ചറാണ്. നിന്നെ തിരഞ്ഞെത്തിയതാണ് പാട്ടിൻ്റെ വഴിയിലൂടെ. എങ്ങും കണ്ടില്ല, എങ്ങും എത്തിയുമില്ല. മുന്നിലെ കുട്ടികൾക്കിടയിൽ ഞാൻ നമ്മളെ തിരയാറുണ്ട്. ഒരു ചുംബനത്തിനായി വർഷങ്ങൾ പിറകെ നടന്ന നീയും വലിയ പാപമാണെന്നോർത്ത് ഒഴിഞ്ഞു നടന്ന ഞാനും ഇന്ന് ഇവർക്കിടയിൽ ഇല്ല അപ്പു. അന്ന് നമ്മളായിരുന്നു ശരി, ഇന്ന് ഇവരും. ശരികളെ ചേർത്ത് പിടിച്ച് ഞാൻ നടന്നതും വളർന്നതും ആരും അറിഞ്ഞില്ല അപ്പു. ബന്ധങ്ങളെല്ലാം ഭദ്രമാക്കി. എന്നിട്ടും എൻ്റെ മംഗല്യ ചരടിൽ കോർക്കാൻ ഒരു താലി മാത്രം കിട്ടിയില്ല. വയസ്സിപ്പോൾ എത്രയായിന്നറിയോ? ഹലോ ദേവി. ഹൂ ആർ യു? ആരായിരിക്കും? അറിയില്ല. നിന്റെ പഴയ കൂട്ടുകാരനെ ഓർമ്മയുണ്ടോ? സാം അലക്സ്, നിന്റെ അപ്പു. ഞാൻ വിളിക്കാം. വേണ്ട, ഐ എം നോട്ട് ഇൻ എ സിറ്റുവേഷൻ ടു ടോക്ക്. ഞാൻ പിന്നെ നിന്നെ വിളിച്ചോളാം. അപ്പു പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ സിറ്റുവേഷൻ ദേവി. ഐ ക്യാൻ ഓൺലി ചാറ്റ് നൗ. പിന്നെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം? നാളെ കാറിലുണ്ടാവണം. യു വോണ്ട് സീ മീ ഇൻ ദ കാർ ടുമോറോ ദേവി. നീ നേരെ സിറ്റി ബീച്ചിലോട്ട് പോരെ. അവിടെ ഞാൻ നിന്നെ കാത്തിരിപ്പുണ്ടാവും.
ഒരു ദിവസം മുഴുവൻ പോരെ? മതി. ഗുഡ് നൈറ്റ്. ടീച്ചർ എന്താ ഇന്ന് ലേറ്റ് ആയിട്ട്? ഇന്ന് ക്ലാസ് ഇല്ലേ? ഇന്ന് ലീവാ. അപ്പോൾ പിന്നെ നമ്മളെങ്ങോട്ടാ? നേരെ സിറ്റി ബീച്ചിലേക്ക് പോട്ടെ. ഉണ്ണിയുടെ സാർ അവിടെ കാണും. ഉണ്ണിയും കൂടെ വേണം. എനിക്കെന്തോ ഒരു ധൈര്യക്കുറവ്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. മാത്രമല്ല ഞങ്ങൾ കണ്ടാൽ പോലും തിരിച്ചറിയോ? ഞാനുണ്ടല്ലോ, പിന്നെന്താ? The number you have dialed is not in service at this time. എവിടെയാ അപ്പു? ഐ എം റിയലി സോറി ദേവി. ഒരു അർജൻറ്റ് മീറ്റിങ്ങിൽ പെട്ടുപോയി. നാളെ കാറിലുണ്ടാവും. ബിലീവ് മീ. സാം ഇന്ന് വരില്ല ഉണ്ണി. അയ്യോ, ഇന്ന് എന്തായാലും ലീവല്ലേ. ഉണ്ണി പോയിക്കോ, ഞാൻ ടാക്സിയിൽ വന്നോളാം. ഇല്ല, ഞാനുണ്ട് കൂടെ. ഏതോ വസന്തവനിൽ കിനാവായി വിരിഞ്ഞു നീ, പനിനീരിലെൻ്റെ ഹൃദയം നിലാവായി അലിഞ്ഞു പോയി. അതുപോലും ഇനി നിന്നിൽ വിഷാദം പകർന്നുപോ. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലും മഞ്ഞിൽ വിരിഞ്ഞ പൂവേ. ടീച്ചർ, താങ്ക്സ്. അപ്പു, നാളെ നീ വരില്ലേ? അതോ എന്നെ കളിപ്പിക്കുകയാണോ? കുട്ടിക്ക് എന്നെ ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഞാൻ സാമിൻ്റെ സിസ്റ്ററാണ്. ഡെയ്സി, കേറിക്കോളൂ. സാം ഇനി വരില്ല ശരണ്യ. എവിടെയാ അവൻ? ഇന്നലെ അവൻ്റെ അവസാന ദിവസമായിരുന്നു ഈ കുവൈറ്റിലെ. രാത്രി തന്നെ അവൻ നാട്ടിലോട്ട് പോയി. ഇനി അവൻ ഒരിക്കലും വരില്ല. ഡെയ്സി, സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനാ അവനോട് പറഞ്ഞത് ശരണ്യയുടെ ഉള്ള കാര്യം. പിന്നീട് അങ്ങോട്ട് ഒരു കൊച്ചു കുട്ടിയെ പോലെ കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. നിന്നെ കാണാനുള്ള അവൻ്റെ ആഗ്രഹം അത്രയ്ക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ അവനിവിടെ എത്തിച്ചത്. അവൻ
അവൻ എന്താ പറ്റിയത്? ഒന്ന് യാത്ര പറയാൻ പോലും വന്നില്ലല്ലോ അവൻ. എന്തിനായിരുന്നു അവൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒളിച്ചു നടന്നത്? നിന്റെ പപ്പയിൽ നിന്ന് കട്ടെടുത്തു തുടങ്ങിയ ആ ശീലം, അത് കൊടുത്ത സമ്മാനം, അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തതും നീയായിരുന്നല്ലോ. കുറ്റബോധം കൊണ്ടാകാം പലതും നിന്റെ മുമ്പിൽ നിന്ന് അവൻ ഒളിച്ചു വെച്ചത്. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം ഡെയ്സി. നാട്ടിലെ അവൻ്റെ നമ്പർ. ഇതാണ് അവൻ്റെ മൊബൈൽ. പോകാൻ നേരം ഇത് നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടാണ് അവൻ പോയത്. അവൻ ഇനി മൊബൈൽ നമ്പർ ഇല്ല. നാട്ടിലോട്ടല്ല അവൻ പോയത്, ബോംബെയിലേക്കാണ്. ഏതോ സുഹൃത്തുണ്ടത്രേ. കള്ളമാണ്. ഒളിച്ചോടുകയാണ് അവൻ എല്ലാത്തിൽ നിന്നും. നാളെ മുതൽ ശരണയുടെ ഇക്ക വരും. ഒരു പക്ഷേ ആ കാർ ഓടിക്കാൻ കൊടുത്തതിൻ്റെ നന്ദിയാകാം, അല്ലെങ്കിൽ സഹതാപം. അയാളും കൂട്ടുനിന്നു എല്ലാത്തിനും. അപ്പോ ഉണ്ണി ഉണ്ണി എവിടെ? ഇതാണ് അവൻ്റെ പ്രൊഫൈൽ. പോകുന്നതിന് മുമ്പ് അവൻ ഇതിലിട്ട വീഡിയോ ആണിത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്. ഞാൻ സംഗീതം നൽകിയ എൻ്റെ എല്ലാ ഗാനങ്ങൾക്കും നിങ്ങൾ നൽകി വന്ന പ്രോത്സാഹനങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സാമലക്സിന്റെ സംഗീതം ഇനിയുണ്ടാകില്ല. കാരണം ഈ സിഗരറ്റുകൾ എൻ്റെ മരണത്തീയതി കുറിച്ചു കഴിഞ്ഞു. ഇനി അല്പദൂരം മാത്രം. പലരുടെയും മുമ്പിൽ പലതുമാകാൻ ഇങ്ങനെയൊക്കെ ആകണമെന്ന ഒരു കൊച്ചു മനസ്സിൻ്റെ അറിവില്ലായ്മയിൽ നിന്നും തുടങ്ങിയ ശീലം ഇന്നിപ്പോൾ അവർക്ക് മുമ്പിൽ കുറ്റബോധത്തോടെ തലകുനിച്ച് നിൽക്കുകയാണ് ഞാൻ. കളിക്കൂട്ടുകാരിയുടെ വാക്കുകളെ അഹങ്കാരത്തോടെ വലിച്ചെറിഞ്ഞപ്പോൾ തുടങ്ങി എന്നിലെ എൻ്റെ പരാജയം. ഒരിക്കലും കണ്ടെത്താനാവാത്ത അവളുടെ അപ്പൂവിനെ തേടി ആ പാവം ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും. മറക്കില്ല. മരണം മണക്കുമ്പോൾ മാത്രം ബോധമുണർന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ ഉപേക്ഷിക്കൂ ഈ മാരക വിഷത്തെ. അനുഭവങ്ങളിൽ നിന്നും പറഞ്ഞു പോകുന്ന വാക്കുകളാണിത്. എനിക്കിനി മടക്കയാത്ര അസാധ്യം. എന്നെപ്പോലെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടേണ്ടി വരുമ്പോൾ നമ്മിലുണ്ടാകുന്ന വേദന അതെനിക്ക് പറഞ്ഞറിയിക്കാനാവില്ല. താനേ തളർന്നു വീഴും വസന്തോത്സവങ്ങളിൽ നീ എൻ്റെ അപ്പു അല്ല. ഈ കുവൈറ്റിൽ എവിടെയോ അവനുണ്ട്. ഈ തണുത്ത കാറ്റിന് അവൻ്റെ ഗന്ധമുണ്ട്. ഈ യാത്രകൾക്ക് അവൻ്റെ സംഗീതത്തിൻ്റെ താളമുണ്ട്. എവിടെയാണ് അപ്പു നീ? കാത്തിരിക്കുന്നു നിനക്കായി ഇപ്പോഴും. മഞ്ഞിൽ